Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. QTextEdit. Let's start. Okay, I have the basic structure of a window. When I run this, we got a window here. And let's start. I am adding a style sheet. Set style sheet. Font size is equal to 20 pixels. Okay. പിന്നെ ഞാൻ കൂടുതൽ വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോം എന്ന് പറയുന്ന നമ്മൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ മെത്തേഡ് ആഡ് ചെയ്യുന്നു. അതിന് പുറമെ നമുക്ക് ഒരു മെയിൻ ലേഔട്ട് ആവശ്യമുണ്ട്. സെൽഫ് ഡോട്ട് മെയിൻ വിൻഡോ ലേഔട്ട് qv box layout ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെൽഫിന് ആ ലേഔട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്തു. നമ്മൾ ഹോം എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നതാണ്. സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് എഡിറ്റ് 1 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്. QTextEdit. ഓക്കെ, സെൽഫ് ആഡ് ചെയ്യുന്നു. സെൽഫ് ഡോട്ട് te1 ടെക്സ്റ്റ് എഡിറ്റിന്റെ സൈസ് നമുക്കൊരു ഹൈറ്റ് ഫിക്സ് ചെയ്യാം. ഫിക്സ്ഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 150. എന്നിട്ട് നമ്മൾ സെൽഫ് ഡോട്ട് മെയിൻ വിൻഡോ ലേഔട്ട് നമ്മളതിനെ ആഡ് അടിച്ചിട്ട് സെൽഫ് ഡോട്ട് te1 എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് ആഡ് ചെയ്ത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപോലെ ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ടെക്സ്റ്റ് ആഡ് ആവുന്നതിനനുസരിച്ച് നമുക്കിവിടെ സ്ക്രോളിങ്ങിന് അത് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. സോ ദാറ്റ് ഈസ് ടെക്സ്റ്റ് എഡിറ്റ്. നമുക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റും കൂടി ആഡ് ചെയ്യാം. സെൽഫ് ഡോട്ട് t2 ഈക്വൽ ടു നമുക്ക് ജസ്റ്റ് ഇതങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. 2 ഓക്കെ, നമുക്ക് ഇപ്പോൾ രണ്ട് ടെക്സ്റ്റ് എഡിറ്റുകൾ നമുക്ക് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്കതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റൈൽ ഷീറ്റ് നൽകിയിട്ട് സ്റ്റൈലാക്കാവുന്നതാണ്. തൽക്കാലം ചെറിയൊരു സ്റ്റൈൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. FFCC. ഓക്കെ, അതുപോലെ തന്നെ അതേപോലെ നമ്മൾ താഴെയുള്ളതിന് ഒന്ന് ആഡ് ചെയ്യാം. T2 FFCCA. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 2 colors are here, different 2 colors. You can type here if possible. നമുക്ക് അവയുടെ നടുക്കായിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്യാം. self dot button is equal to qpush button copy self pass ചെയ്യുന്നു. സോറി, നമുക്ക് സെൽഫ് ഡോട്ട് ബട്ടൺ ഡോട്ട് സെറ്റ് ഫിക്സ്ഡ് ഹൈറ്റ് 50 പിക്സൽ ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ സെൽഫ് ഡോട്ട് മെയിൻ വിൻഡോ ലേഔട്ടിൽ നമ്മളതിനെ ആഡ് ചെയ്തു. പിന്നെ നമുക്കതിന് ഫംഗ്ഷനും കൂടെ അപ്ലൈ ചെയ്യാം. ഡോട്ട് ക്ലിക്ക്ഡ് ഡോട്ട് കണക്ട് സെൽഫ് ഡോട്ട് കോപ്പി ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫംഗ്ഷൻ നമ്മൾ ഇതിന് തൊട്ട് താഴെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡാഫ്. ഓക്കെ, സോ എന്താണ് ആ ഫംഗ്ഷൻ ചെയ്യുന്നത്? തൽക്കാലം നമുക്ക് പാസ് എന്ന് കൊടുക്കാം. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് അടിക്കുന്നു. ടെക്സ്റ്റ് ഹിയർ. ആ ടെക്സ്റ്റിനെ അത് കോപ്പി ചെയ്തിട്ട് താഴെ ഇടും. പക്ഷേ ചെയ്യുന്നതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഇതൊക്കെ സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാറ്റി എഴുതിയാണ് കോപ്പി എന്ന് പറയുന്ന ഈ ബട്ടൺ ചെയ്യുന്നത്. അപ്പോൾ കോപ്പി എന്ന് പറയുന്ന ബട്ടൻ്റെ ഫംഗ്ഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? മുകളിലെ വിൻഡോയിൽ ഏത് ടെക്സ്റ്റാണ് എൻ്റർ ചെയ്തത് എന്നുള്ളതാണ് താഴെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സെൽഫ് ഡോട്ട് മുകളിലെ വിൻഡോ te1 വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്റ് 1. അതിൻ്റെ ടെക്സ്റ്റ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിനില്ല. അതിൻ്റെ ടെക്സ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ടു പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ മെത്തേഡ് കോൾ ചെയ്യാം. ഇതാണ് എന്ത്? മേലെ നമുക്ക്
എൻ്റർ ചെയ്തിട്ട് കിട്ടി. എൻ്റർ ചെയ്ത് കിട്ടിയ ടെക്സ്റ്റ് എന്ന് പറയുന്നത് TE1 ടെക്സ്റ്റ് എഡിറ്റ് 1-ലെ ടെക്സ്റ്റിനെ ടു പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നു. നമ്മളതിനെ self.te2 രണ്ടാമത്തെ ടെക്സ്റ്റ് എഡിറ്റിൻ്റെ സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് മാറ്റുന്നു. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കോപ്പി ഇവിടെ വന്നു. ഇനി ഇത് ക്യാപിറ്റൽ ആവണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡോട്ട് അപ്പർ എന്ന് കൊടുത്താൽ മതി. Okay, let's test that one. This is a sample line. Copy. This is a sample line. Okay. This is another line. Copy. This is another line. So, whatever text you type here, നിങ്ങൾക്ക് അതെല്ലാം ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്ത് കിട്ടും. സോ ടെക്സ്റ്റ് എഡിറ്റ് ബോക്സുകൾ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ എൻ്റർ ചെയ്യേണ്ട ഏരിയകളാണ്. നമ്മൾ ടെക്സ്റ്റ് എഡിറ്റുകൾ വിഡ്ജറ്റുകൾ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എഡിറ്റ് വിഡ്ജറ്റുകൾ വളരെ സിമ്പിളാണ്. ഒരു പേര് കൊടുക്കുക, QTextEdit എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കതിൻ്റെ വലുപ്പവും ഉയരവും വീതിയും അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസുകളൊക്കെ മറ്റുള്ള വിഡ്ജറ്റുകളെ പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഈസ് QTextEdit. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ്. അടുത്ത വീഡിയോയിൽ കാണാം. പൈത്തൺ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.